ஏசாயா தீர்க்கதரிசியின் புத்தகம் 52 அதிகாரம் 14 வசனத்தை கொஞ்சம் வாசிங்க. Book of Isaiah chapter 52 verse 14. மனுஷரை பார்க்கிலும் அவருடைய முகப்பார்வையும் மனுபுத்திரரை பார்க்கிலும் அவருடைய ரூபமும் இவ்வளவு அந்திக்கேடு அடைந்தபடினாலே இவ்வளவு അന്തിക്കേട്. ഹല്ലേലൂയ. 52 verse 14. അന്തിക്കേട്. ഇത് മലയാളത്തിൽ ഹല്ലേലൂയ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. ഒന്ന് വായിച്ചേ. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും. മനുഷ്യനല്ല എന്നും. ഹല്ലേലൂയ. അവന്റെ മുഖം, അവരുടെ മുഖമും അവരുടെ ശരീരവും എല്ലാം കണ്ട ഒരു മനുഷ്യനെ അല്ല എന്ന് சொல்லத்தக்கവണ്ണം അവരെ അടിത്ത് നൊറുക്കി ഉഴുത നിലം പോലെ, അങ്ങനെയല്ലേ ഹല്ലേലൂയ, ഉളവ് ശാല പോലെ ഹല്ലേലൂയ, ഉഴുത നിലം പോലെ ഹല്ലേലൂയ. அந்த சாட்டைவாரினால் உள்ள அடிகள், மற்ற அடிகள், எல்லா அடிகளும் அடித்து அவரை கண்டால் ஆள் அல்ல, കണ്ടാൽ ഇത് ഒരു മനുഷ്യനല്ല ഹല്ലേലൂയ എന്ന് തോന്നത്തക്ക രീതിയിൽ ഹല്ലേലൂയ യേശുവിന്റെ കഷ്ടം, ഹല്ലേലൂയ യേശുവിന്റെ കഷ്ടം, ഹല്ലേലൂയ. അതാണ് ഇന്ന് എല്ലാവരും ദുഃഖവെള്ളി എന്ന് പറയുന്നത്. ഹല്ലേലൂയ ദുഃഖത്തിന്റെ ദിനമാണ്, ദുഃഖത്തിന്റെ ദിനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തിനാ ഇത് സംഭവിച്ചത്? യേശു ഉലകത്തിനുடைய സകല പാപത്തെയും തന്മേൽ ചുമർന്നു. ഹല്ലേലൂയ. The weightage of the sin is, ഹല്ലേലൂയ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശു ചുമന്ന പാപത്തിന്റെ വെയിറ്റ്, ഹല്ലേലൂയ, പാപത്തിന്റെ ഹല്ലേലൂയ அந்த எடை എവ്വളവെന്ന് കേട്ടാ ഹല്ലേലൂയ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അത്രത്തോളം യേശു മാനവരാശിയുടെ പാപം ചുമന്നു. ഹല്ലേലൂയ. പാപം ചുമന്ന്. ഹല്ലേലൂയ. ഒരു സ്ത്രീ ലേബർ പെയിൻ, ഹല്ലേലൂയ, പ്രസവ വേദന സഹിക്കുമ്പോൾ പുറത്തു വരുന്നത് എന്താണ്? ഒരു ജീവൻ. ഹല്ലേലൂയ. ഒരു പുതിയ ജീവൻ. ഹല്ലേലൂയ. യേശു ഈ കഷ്ടമൊക്കെയും സഹിച്ച് ഹല്ലേലൂയ പുറത്തു വന്നത് എന്താണ്? ഗലേഷ്യൻ ചാപ്റ്റർ 1 verse 4 ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഹല്ലേലൂയ. ജീസസ് brought the salvation entire world. അവർ നമ്മെ ഇപ്പോഴത്തെ இருக்கிற பொல்லாத பிரபஞ்சத்திலிருந்து விடுவிக்கும்படி நம்முடைய பிதாவாகிய தேவனிடத்தில் நம்முடைய பாவங்கள் தம்மை தாமே, எஸ் ஹல்லேலூயா ஸ்தோத்திரம், அவர் தம்மை தாமே சிலுவையில் ஒப்பு கொடுத்தது என்ன தெரியுமா? To save the entire world. ഹല്ലേലൂയ സ്തോത്രം. ഉലകത്തിന്റെ സകല മനുഷ്യരെയും വിടുവിക്ക, ലോകത്തിന്റെ സകല മനുഷ്യരെയും വിടുവിപ്പാൻ യേശു എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നവർ, ഹല്ലേലൂയ, ഇതിനെ മനസ്സിലാക്കിയവർ ഈ വെള്ളിയാഴ്ച എന്ത് വെള്ളിയാഴ്ച എന്ന് പറയും? ഗുഡ് ഫ്രൈഡേ എന്ന് പറയും. ഹല്ലേലൂയ. അതാണ് വെസ്റ്റേണിൽ ഹല്ലേലൂയ അവർ ഇത് മനസ്സിലാക്കി പെട്ടെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ആൾക്കാർക്ക് യേശുവിന്റെ ഹല്ലേലൂയ സഫറിംഗ് മാത്രം ആദ്യകാലത്ത് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവർ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പേരിട്ടു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ഇത് റെക്കഗ്നൈസ് ചെയ്തവർ, ഇത് മനസ്സിലാക്കിയവർ, ഇത് പൂർണ്ണത്തോടെ മനസ്സിലാക്കിയവർ അതിന് പേരിട്ടത് ഗുഡ് ഫ്രൈഡേ എന്നാണ്. ഹല്ലേലൂയ. ഗുഡ് ഫ്രൈഡേ എന്നാണ്. അതിൽ നിന്ന് നമുക്ക് തുടങ്ങിയിട്ട് ഹല്ലേലൂയ യേശു ഹല്ലേലൂയ ഈ കഷ്ടാനുഭവങ്ങളെല്ലാം യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഹല്ലേലൂയ. ആക്സിഡന്റലി സംഭവിച്ചതല്ല, യേശുവിന് അറിയാമായിരുന്നു. യേശുവിന് അറിഞ്ഞിട്ടാണ് പിതാവിന്റെ സമത്വം മുറുകെ പിടിക്കാതെ ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. മത്തായി സുവിശേഷം 16 അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യം. മാത്യു ചാപ്റ്റർ 16 verse 21 to 23. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പകലതും സഹിച്ചു കൊല്ലപ്പെടുകയും വേണ്ടത് പ്രസ്താവിച്ചു തുടങ്ങി. ഹല്ലേലൂയ. മതി, ഇനിയുള്ളത് 23 കൂടെ വായിച്ചേ. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനേ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്രേ. ഇത് ദൈവത്തിന്റെ ഹിതമാണ്. ഹല്ലേലൂയ. ഞാൻ അത് അത്രയൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അவ்வளவுதான். அதுக்கு மேல ഹല്ലേലൂയ അതിനെ அந்த വസനത്തെ എടുത്ത് ഞാൻ പ്രസംഗിക്ക വരല്ല. എന്റെ വിഷയം ഹല്ലേലൂയ യേശുവിന് ഈ കാര്യം നന്നായിട്ട് അറിയാം. ശിഷ്യന്മാരോട്
പറയുവാൻ തുടങ്ങി. ഇനി ഒരു ശിഷ്യൻ അതിൽ എതിർത്തു. യേശു എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഹിതം നീ ചിന്തിക്ക്, നിന്റെ ഹിതമല്ല. അല്ലേ സ്തോത്രം? എന്റെ ഹിതമല്ല. അപ്പൊ ഇത് പിതാവിന്റെ ഹിതമാണ്. യേശുവിന് നന്നായിട്ട് അറിയാം. യേശുവിന് നന്നായിട്ട് അറിയാം. മൂന്നാമത്, ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ജോൺ 13, യോഹന്നാൻ 13 31-32 വായിച്ച്. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. എന്ത് പെട്ടിരിക്കുന്നു? അപ്പൊ മനുഷ്യപുത്രൻ ആരാണ്? യേശുവിന്റെ മഹത്വമാണ് ക്രൂശിമരണം. അല്ലേ സ്തോത്രം? യേശുവിന്റെ മഹത്വമാണ് ക്രൂശിമരണം. അടുത്ത വാക്യം, പിതാവിന്റെ മഹത്വമാണ് യേശുവിന്റെ ക്രൂശീകരണം. പിതാവിന്റെ മഹത്വമാണ് യേശുവിന്റെ ക്രൂശീകരണം. അല്ലേ സ്തോത്രം? യേശുവിന്റെ സിലുവൈ മരണോ யாருக்கு மகிமையை கொடுக்குது? அவருக்கே மகிமை கொடுக்கிறது. இயேசுவினுடைய சிலுவை மரணம் யாருக்கு மகிமை கொடுக்கிறது? பிதாவாம் தேவனுக்கு மகிமை கொடுக்கிறது. ஹல்லேலூயா ஸ்தோத்திரம். ഇതെല്ലാം അറിയുന്ന ദൈവ പിള്ളകളാകിയ നാം, ഹല്ലേലൂയ സ്തോത്രം, ഇതെല്ലാം അറിയുന്ന നാം ഈ ദിവസം എങ്ങനെ കാണണം? It's a good Friday. ഹല്ലേലൂയ സ്തോത്രം. It's good for us. That's why it's a good Friday. ഹല്ലേലൂയ സ്തോത്രം. അത് നല്ലതിന് വേണ്ടി സംഭവിച്ചു. അതുകൊണ്ട് മാനവരാശിയുടെ രക്ഷയ്ക്ക്, യേശുവിന്റെ മഹത്വത്തിന്, പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിന്, ഇതിനപ്പുറമായിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം നമുക്ക് പറയുവാൻ ഒരു വാക്കുണ്ടോ? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ സ്തോത്രം, യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി, പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി. മൂന്ന് കാര്യങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അതോടെ അതിന് വിടുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആക്ച്വലി ഈ ഒരു ദിവസം ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ സഭകളിലെല്ലാം ചെയ്യുന്നത് ഹല്ലേലൂയ സ്തോത്രം, 7 യേശു ക്രൂശിൽ സംസാരിച്ച, യേശു സിലുവയിൽ പേസിന് 7 വാർത്തകളെ ധ്യാനിക്കുന്ന. ഹല്ലേലൂയ സ്തോത്രം. 7 വാർത്തകളെ നിങ്ങൾ വിരോധമുണ്ടോ? അത് ധ്യാനിക്കുന്നതില്ലല്ലോ. ഞാൻ അതിലേക്ക് വരാം. ஹல்லேலூயா ஸ்தோத்திரம். தியானிக்கிற நாள் இன்றைக்கு. ஹல்லேலூயா ஸ்தோத்திரம். கர்த்தர் எனக்கு அப்படி ஒரு வாய்ப்பை தந்திருக்கிறார். அப்ப நான் அதை பேசாம இருக்கலாமா? ஹல்லேலூயா ஸ்தோத்திரம். பேசலாம் இல்ல? ஹல்லேலூயா ஸ்தோத்திரம். ஆனா ஒரே ஒரு காரியம், അടുത്ത വർഷം കർത്തരുടെ വരുകை താമസിത്താൽ, കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ഓരോ വാക്യങ്ങളും, അതായത് യേശു സിലുവയിലെ പേസിന ஒவ்வொரு வார்த்தைகளையும் ஒவ்வொரு ஆள் பேசணும். நான் பேச மாட்டேன். ஹல்லேலூயா ஸ்தோத்திரம். ஒவ்வொரு வார்த்தைகளையும் ஒவ்வொரு ஆள். We are not going for traditional way with black and black, അല്ലെങ്കിൽ റാലി ക്രൂശിനെ ചുമന്നുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ദൈവവചനം നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഇന്ന് ആ ഭാഗം തന്നെ ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷം അത് ധ്യാനിക്കുന്നത്? ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷം? ഹല്ലേലൂയ സ്തോത്രം. ഓക്കെ, ഹല്ലേലൂയ സ്തോത്രം. അപ്പം എന്താണെന്ന് വെച്ചാൽ, ബൈ നോയിങ് ഗോഡ്സ് വേർഡ്, ഹല്ലേലൂയ സ്തോത്രം, ദൈവവചനത്തിന്റെ ആഴങ്ങൾ നമ്മൾ അറിയ നമുക്ക് അനുഗ്രഹമാണ്. അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ഏത് ഭാഗം എടുത്താലും ദൈവവചനം, ബൈ നോയിങ് ഗോഡ്സ് വേർഡ്, ഹല്ലേലൂയ സ്തോത്രം, ബൈ നോയിങ് ക്രൈസ്റ്റ്, ബൈ നോയിങ് ഗോഡ്, ബൈ നോയിങ് ഹോളി സ്പിരിറ്റ്, ബൈ നോയിങ് ഹല്ലേലൂയ സ്തോത്രം സ്ക്രിപ്ചർ, ഹല്ലേലൂയ സ്തോത്രം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഹല്ലേലൂയ സ്തോത്രം. റൈറ്റ്. ഹല്ലേലൂയ സ്തോത്രം. മുതൽ വേർഡ്, ഹല്ലേലൂയ സ്തോത്രം. അതാണ് ഞാൻ നോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്. അടുത്ത വർഷം നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം, ഞാനൊരു ഔട്ട്ലൈൻ തരും. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളത് ഹല്ലേലൂയ സ്തോത്രം മെരുക്കിയെടുത്ത് ദൈവത്തോട് ചോദിച്ച്, ഹല്ലേലൂയ സ്തോത്രം, ദൈവം തരുന്ന വെളിപ്പാടുകളൂടെ ചേർത്തിട്ട് കൂട്ടിക്കലർത്തി നിങ്ങൾക്കത് പ്രസംഗിക്കുവാൻ ഒരിക്കലും, ഹല്ലേലൂയ സ്തോത്രം, ഈ എഴുതുന്നത് വൃഥാവായി പോകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ സിലുവയുടെ, ഹല്ലേലൂയ സ്തോത്രം, യേശുവിനുடைய சிலுவையின் மேல் ஒரு வாசகம் எழுதியிருந்தது. என்ன எழுதியிருந்தது? യേശു യൂദരുടെ രാജ എന്ന് എഴുതപ്പെട്ടിരുന്നത്. ഇവർ കുറെ പടയാളികൾ എല്ലാം പോയിട്ട്, പരീശന്മാരൊക്കെ പോയിട്ട് പീലാത്തോസിനോട് പറയാം, അങ്ങനെ എഴുതരുത്. എങ്ങനെ എഴുതണം? ഹല്ലേലൂയ സ്തോത്രം. യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞു എന്ന് എഴുതണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ പീലാത്തോസ് എന്താ പറഞ്ഞത്? എഴുതിയത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ എഴുതിയത്, നിങ്ങളുടെ ജീവിതത്തിൽ അത് എഴുതിയതാണ്. ഞാൻ എഴുതിയതായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എഴുതിയത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം, നിങ്ങളുടെ ജപക്കുറിപ്പുകളെല്ലാം ഡയറിയിൽ எழுதுனது நீங்க மறந்தாலும், கடந்த நாட்கள் கேட்டீங்க, சக்கரியா எலிசபெத் அவங்க ஜெப விஷயத்தை மறந்தாங்க, ஆனால் தேவன் என்ன செய்யல? மறக்கல. கர்த்தர் உங்களை ஆசீர்வதிப்பாராக. முதல் 7 வார்த்தையை நான் சொல்லிட்டு அதுக்கப்புறம் 1 by 1 ஆட்டு நம்ம தியானிப்போம். சுருக்கமா தான், அவுட்லைன் மட்டும் தான் சொல்லுவேன். கர்த்தர் உங்களை ஆசீர்வதிப்பாராக. ஹல்லேலூயா.
ഓക്കെ, ഇനി നമുക്ക് ദൈവത്തിന്റെ ചിന്തയ്ക്കായിട്ട് പോവാം. ആദ്യത്തെ വാക്യം, ഹല്ലേലൂയ സ്തോത്രം. ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ച് 23:34, ലൂക്കോസ് 23:34. அப்பொழுது இயேசு, பிதாவே இவர்களுக்கு மன்னியும், தாங்கள் செய்கிறது இன்னதென்று அறியாது இருக்கிறார்கள். ஹல்லேலூயா ஸ்தோத்திரம். பிதாவே இவர்களுக்கு மன்னியும், மன்னிப்பு. ஹல்லேலூயா ஸ்தோத்திரம். forgiveness, forgiveness. ஹல்லேலூயா ஸ்தோத்திரம். forgiveness. യേശു അവന്റെ വാക്കിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശുയുടെ വാർത്തയിലെ ഉണ്മയുള്ളവർ. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, യേശു வாழ்ந்திருந்த കാലത്തില് ശിഷ്യന്മാരോട് ഒരു കാര്യം പറയും. ഹല്ലേലൂയ സ്തോത്രം. ശിഷ്യന്മാരോട് ഒരു കാര്യം പറയും. വായിച്ചേ, മാത്യു 5:44 and 45. മാത്യു 5:44. நான் உங்களுக்கு சொல்லுகிறேன், உங்கள் சத்துருக்களை சிநேகியுங்கள், உங்களை சபிக்கிறவர்களை ஆசீர்வதியுங்கள். உங்களை நிந்திக்கிறவர்களுக்காக, உங்களை துன்பப்படுத்துகிறவர்களுக்காக ஜெபம் பண்ணுங்கள். അടുത്ത വചനത്തില് അടുത്ത വചനം വന്നിട്ട് അതാണ് മലയാളത്തിൽ ആദ്യമേ കയറി വന്നത്. മതി. ഹല്ലേലൂയ സ്തോത്രം. തമിഴിൽ ഒന്ന് വാസിക്കാം. 44. ഞാൻ உங்களுக்கு சொல்லுகிறேன், എന്ത് ചെയ്യണം? ശത്രുക്കളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. 2, സഭിக்கிறவர்களை என்ன ചെയ്യണം? ആശീർവദിക്കണം. പകയ്ക്കുന്നവர்களை, നമ്മളെ പകയ്ക്കുന്നവർക്ക് നന്മ ചെയ്യണം. നമ്മെ നിന്ദിക്കുന്നവന്, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിക്കണം. അടുത്തത്, ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നമ്മൾ ആരാണ്? പുത്രർ. ഹല്ലേലൂയ സ്തോത്രം. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ആരാണ്? പുത്രൻ. യേശു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. യേശു ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ക്ഷമിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു അത് ചെയ്യാതെ പോയാലോ? അതാണ് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഇവர்கள் செய்வது இன்னதென்று அறியாமல் செய்கிறார்கள், பிதாவே இவர்களுக்கு மன்னியும் என்று சொல்லுகிறதை பார்க்க முடியும். மன்னியுங்கள் என்று சொல்லுகிறதை பார்க்க முடியும். ஹல்லேலூயா ஸ்தோத்திரம். If you want to become a children of God, ஹல்லேலூயா ஸ்தோத்திரம், நீங்கள் தேவனுக்கு புத்திரராய் இருக்க விரும்புகிறீர்கள் என்றால் you have to forgive. ஹல்லேலூயா ஸ்தோத்திரம். பிறர் செய்த தப்பிதங்களை நாம் என்ன செய்யணும்? മന്നിക്ക വേണ്ടും. യേശു ഒരു പ്രയർ മോഡൽ ചൊല്ലി തന്നിരിക്കുകയാണ്. அந்த പ്രയർ മോഡലിൽ എന്താണ് പറയുന്നത്? നിങ്ങളെ പാവങ്ങളെ മന്നിച്ചതുപോലെ നാങ്ങളും, അങ്ങനെയല്ലേ? ഹല്ലേലൂയ. ഞങ്ങളും ക്ഷമിക്കണമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ദൈവം നമുക്ക് സങ്കീർത്തനം 103 നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. அவர் உன் அக்கிரமங்களை எல்லாம் மன்னித்து, உன் நோய்களை எல்லாம் குணமாக்கி, உன் பிராணனை அழிவுக்கு தப்பி விலக்கி. அடுத்து 12ஆம் வசனத்தில் எப்படி எழுதப்பட்டிருக்கிறது? 11ஆம் வசனத்துல ஹல்லேலூயா ஸ்தோத்திரம், பூமிக்கு வானம் எவ்வளவு உயரவோ அவ்வளவு தூரம் உங்கள் பாவத்தை உங்களை விட்டு விலக்கினார். ஹல்லேலூயா ஸ்தோத்திரம். கிழக்குக்கும் மேற்குக்கும் എത്ര ദൂരമോ അതൊക്കെയും ദൈവം നിങ്ങളുടെ അത്രയും ദൂരം നിങ്ങളുടെ പാവത്തെ ദൈവം വിട്ട് മായ്ച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വെള്ളയും ഒക്കെ ഇട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ വന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. അപ്പോ ഹല്ലേലൂയ സ്തോത്രം, ദൈവം ക്ഷമിച്ചത് കൊണ്ട് നാം ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഒന്ന്, when you come to know the scripture, നാം വേദവചനത്തിനുடைய രഹസ്യത്തെ, മർമ്മത്തെ അറിയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് we are a sinner. ഹല്ലേലൂയ സ്തോത്രം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് we are a sinner. ഹല്ലേലൂയ സ്തോത്രം. 2, ദൈവത്തിന്റെ forgiveness. ഹല്ലേലൂയ സ്തോത്രം. ആ പാപിയായിരുന്ന എൻ്റെ പാവങ്ങളൊക്കെയും ദൈവം എന്ത് ചെയ്തു? സങ്കീർത്തനം 103 പറയുന്നത് പോലെ പടിഞ്ഞാറിനും കിഴക്കിനും, ഹല്ലേലൂയ സ്തോത്രം, എത്ര ദൂരമോ അത്രയും ദൂരം
மாற்றி பூமிக்கு வானம் எவ்வளவு உயரமோ அவ்வளவு தூரம் விலக்கினார். அதனால நம்ம மற்றவங்களுடைய பாவங்களை என்ன செய்யணும்? அவருடைய தப்பிதங்களை மன்னிக்க வேண்டும். ஹல்லேலூயா ஸ்தோத்திரம். பிதாவே இவர்கள் செய்வது இன்னதென்று அறியாமல் செய்கிறார்கள். ஹல்லேலூயா ஸ்தோத்திரம். அப்ப அவரை அறியாது செய்யும்போது യേശു മன்னிப்பை കൊടുக்கிறார். ഹല്ലേലൂയ സ്തോത്രം. forgiveness. നമ്മൾ സ്ക്രിപ്ചർ അറിഞ്ഞവരാണ്, നമ്മൾ ദൈവവചനം അറിഞ്ഞവരാണ്, ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവത്തിൽ നിന്ന് പാപക്ഷമ ലഭിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ അറിയാതെ യേശു പറയുന്നു, പരീശന്മാര്, അവിടെ നിൽക്കുന്ന പടയാളികൾ, ഇവരെല്ലാം ആരാണ്? അല്ലെങ്കിൽ ഈ വിധിച്ച പീലാത്തോസ്, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാര്, ഇവരെല്ലാരും ആരാണ്? ഇവര് ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാതെ ചെയ്യുന്നു. അവരറിയാതെ ചെയ്തപ്പോൾ യേശു അവരെ ക്ഷമിച്ചു കൊടുത്തു. നമുക്ക് വിരോധമായിട്ട്, നമുക്ക് എതിരടയായിട്ട്, നമുക്ക് ഹല്ലേലൂയ ஸ்தோத்திரம் நம்மை பகைக்கிறவர்களே, நம்மை துரோகிக்கிறவர்களுக்காக நாம் ஜெபிக்க வேண்டும். அவர் நம்மை சபிக்கிறவர்களை ஆசீர்வதிக்க வேண்டும். நம்மை ஹல்லேலூயா ஸ்தோத்திரம் நமக்கு விரோதமாக வருகிறவர்களை நம்ம என்ன செய்யணுமா? மன்னிக்கணும். ஹல்லேலூயா ஸ்தோத்திரம். we want to ஹல்லேலூயா ஸ்தோத்திரம் forgive. ஹல்லேலூயா ஸ்தோத்திரம் നമ്മൾ ஹல்லேலூயா ஸ்தோத்திரம் அவரை ക്ഷമിക്കണം. ஹல்லேலூயா ஸ்தோத்திரம். அப்ப வசனத்தின் வெளிச்சத்தை அறிந்திருக்கிற നാമ മன்னிക്കലனா വേറെ ആര് മன்னிப்பா? ഹല്ലേലൂയ സ്തോത്രം. വചനത്തിന്റെ പ്രകാശനം ലഭിച്ച നിങ്ങളും ഞാനും അവരെ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെയുള്ളവരെ ക്ഷമിച്ചില്ലെങ്കിൽ എങ്ങനെ ലോകം ഏത് അവസ്ഥയിൽ പോയി തീരും? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ക്ഷമിക്കണം. ഇനി നിങ്ങളുടെ ഒരു ഹല്ലേലൂയ സ്തോത്രം ധ്യാനത്തിന് വേണ്ടിയിട്ട് മാത്യു 18:21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വിടുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. മാത്യു 18:21 മുതൽ 35 വരെയുള്ള നിങ്ങൾ അത് ധ്യാനിച്ചോ. ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമത്തെ വേർഡ് ഹല്ലേലൂയ സ്തോത്രം. സെക്കൻഡ് വേർഡ് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 43 അന്ന് വായിച്ചേ. യേശു അവനോട് ഇன்றைக்கு നീ എന്നോടുകൂടെ പരദീസിൽ இருப்பாய் என்று மெய்யாகவே உனக்கு சொல்கிறேன் என்று சொன்னார். ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നീ എന്റെ കൂടെ പരദീസിൽ ഇരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. സ്കൂളിലൊക്കെ ചോദിക്കുന്ന പോലെ ആരോടാണ് പറഞ്ഞത്? ഹല്ലേലൂയ സ്തോത്രം. ആരോടാണ് പറഞ്ഞത്? യേശു ക്രൂശിൽ ഹല്ലേലൂയ സ്തോത്രം തന്റെ ഹല്ലേലൂയ സ്തോത്രം കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളനിൽ ഒരുവനോട് പറയുന്ന വാക്കാണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. യേശു എപ്പടി സിലുവയിൽ അറയപ്പെട്ടാർ? രണ്ട് കള്ളകൾ, ഇരു കള്ളർ നടുവിൽ നീ മരിച്ചോ വരാ. അപ്പൊ രണ്ട് കള്ളറുകൾ നടുവില് യേശു என்ன செஞ்சாரு? സിലുവയിൽ അറയപ്പെട്ടാർ. സിലുവയിൽ അറയപ്പെട്ടാർ. ഹല്ലേലൂയ സ്തോത്രം. the word of salvation. ഇன்றைக்கு നീ എന്നോട് കൂടെ പരദീസിൽ ഇരുപ്പാய். the word of salvation. ഹല്ലേലൂയ സ്തോത്രം. எப்படி இந்த കള്ളൻ രക്ഷിക്കപ്പെട്ടാൻ? ഹല്ലേലൂയ സ്തോത്രം. the last minute എങ്ങനെയാണ് ഈ കള്ളൻ രക്ഷിക്കപ്പെട്ടത്? അതാണ് നമ്മുടെ വിഷയം. ഹല്ലേലൂയ സ്തോത്രം. രണ്ട് കള്ളം ആദ്യം ഈ വേറെ വേദഭാഗത്ത് എഴുതിയിരിക്കുന്നത് രണ്ടുപേരും ആദ്യം എന്ത് ചെയ്തു? യേശുവിനെ തള്ളി പറഞ്ഞു, പരിഹസിച്ചു. ഹല്ലേലൂയ സ്തോത്രം. both of them mocked Jesus. but കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരുവൻ ഹല്ലേലൂയ സ്തോത്രം വാക്കുമാറ്റി. ഒരുവൻ വാക്കുമാറ്റി അവൻ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഒരുവൻ വാക്കുമാറ്റി രക്ഷിക്കപ്പെട്ടു. ഈ വേദഭാഗത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന്, എങ്ങനെയാണ് ഈ കള്ളൻ ഹല്ലേലൂയ സ്തോത്രം രക്ഷിക്കപ്പെട്ടതെന്ന് നമുക്ക് ധ്യാനിക്കാം. 23:39 മുതൽ വായിച്ചേ. ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു. ഓടിപ്പോലെ സ്ലോ ആയിട്ട് മനസ്സിലാക്കി വായിച്ചേ. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ. ഒരുത്തൻ പറഞ്ഞു, നീ ക്രിസ്തു അല്ലയോ, നീ ക്രിസ്തു താനേ, നിന്നെ തന്നെയും ഉന്നെയും എങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് இப்ப நீ ரட்சிக்க முடியுமான்னு கேக்குறான். அவனை ஹல்லேலூயா ஸ்தோத்திரம். ஓகே, ரட்சித்துக்கொள் என்று அவரை இகழ்ந்தான். அவரை இகழ்ந்தான் என்று எழுதப்பட்டிருக்கு. அன்றியும் சிலுவையில் அறையப்பட்டிருந்த குற்றவாளிகளில் ஒருவன், நீ கிறிஸ்துவானார், if you are Christ, ஹல்லேலூயா ஸ்தோத்திரம், you save yourself and you save us. ஹல்லேலூயா ஸ்தோத்திரம். எங்களையும் உன்னையும் நீ என்ன செய்? ரட்சித்துக்கொள் என்று അവരെ ഇകഴ്ന്താൻ. ഹല്ലേലൂയ സ്തോത്രം. അത് ഒരു മാതിരി ആക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ലെ, നീ ക്രിസ്തു ഒക്കെ അല്ലേ, ഹല്ലേലൂയ സ്തോത്രം, എന്നാ പിന്നെ നിന്നെയും ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളെയും ഒന്ന് രക്ഷിക്ക്. ആ ഒരു ടോണാണ്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇകഴ്ന്താൻ മലയാളത്തിൽ എന്താണ്? ദുഷിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഇകഴ്ന്താൻ, ആ ഇകഴ്ചി എന്ന് പറയുന്നത് ഒരു മാതിരി ആക്കുന്ന. ഹല്ലേലൂയ സ്തോത്രം. ഇനിയൊന്നും രക്ഷയില്ല, രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയില്ല. ഇവൻ പറഞ്ഞുകൊണ്ട് നടന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ക്രിസ്തുവാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളോട് മരിക്കണം? അപ്പൊ നിന്നെയും രക്ഷിച്ച് ഞങ്ങളെയും കൂടെ ഒന്ന്
രക്ഷിക്കാൻ മേലായോ? അതാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. അടുത്ത വചനം, മറ്റവനോ അവനെ ശാസിച്ചു. അടുത്തവൻ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഓ, സമ ശിക്ഷാവിധി. അത് ഇച്ചിരി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്. തമിഴിലൊന്ന് വായിച്ച ആ വാക്യം 40. നീ ഈ പണിഷ്മെന്റിന് എലിജിബിൾ ആണ്, എങ്കിലും നിനക്ക് ദൈവഭയം ഇല്ലയോ? ഹല്ലേലൂയ, സ്തോത്രം. നീ இந்த ആക്കിനയ്ക്ക് ഉൾപ്പെട്ടവനാണ്. ഹല്ലേലൂയ. നീ ഈ ക്രൂശീകരണത്തിന് നീ എലിജിബിൾ ആണ്. യു ആർ എലിജിബിൾ ടു ക്രൂസിഫൈ ഈവൻ ദോ യു ഡോണ്ട് ഹാവ് ദ ഫിയർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും നിനക്ക് ദൈവത്തോട് ഭയം ഇല്ലയോ? അടുത്തത് 41. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. ഞാൻ ന്യായപ്പടി ശിക്ഷിക്കപ്പെടുകേൻ. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. എന്റെ ക്രിയയ്ക്ക് തക്ക ബലൻ എന്തുകൊണ്ട് എനിക്ക് ലഭിച്ചു? ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ ഹല്ലേലൂയ കള്ളൻ എന്ന് എഴുതിയിരിക്കുന്നു. അവൻ എന്ത് കട്ടെടുത്തോ അല്ലെങ്കിൽ എന്തൊക്കെ പാപം ചെയ്തു എന്നൊന്നും നമുക്കറിയത്തില്ല. വട്ടവർ, അതിന് തക്കതായ ശിക്ഷ എനിക്ക് ലഭിക്കുന്നു, നമുക്ക് ലഭിക്കുന്നു. ഇവരോ തഹാദത് ഒന്നും നടപ്പിക്കവില്ലയേ എന്ന് അവനെ കടിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, അവനെ കടിഞ്ഞുകൊണ്ട് പറയുന്നത് ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്താണ് അവിടെ സംഭവിച്ചത് ഈ വാക്യങ്ങളിൽ? ഹല്ലേലൂയ, അവൻ തന്നെത്താൻ പാപി എന്ന് ഉണർന്നു. ഹല്ലേലൂയ, അവൻ തന്നെത്താൻ പാപി എന്ന് ഉണർന്നു. ഹല്ലേലൂയ, I am eligible for this punishment. ഞാൻ ഈ ശിക്ഷയ്ക്ക്, ഹല്ലേലൂയ, ഞാൻ ഈ ശിക്ഷയ്ക്ക് തകുതിയുള്ളവൻ. മലയാളത്തിൽ എന്താണ്? യോഗ്യനാണ്. ഞാൻ ഈ ശിക്ഷയ്ക്ക് യോഗ്യനാണ്. 2, അവൻ പറയുന്നത് നിനക്ക് ദൈവഭയം ഇല്ലയോ? എന്നാ പിന്നെ ഇവന് ദൈവഭയം വന്നു. ഹല്ലേലൂയ, അവന് ദൈവഭയം ഇല്ലയോ എന്ന് ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഇവന് ദൈവഭയം വന്നു. 3, ഹല്ലേലൂയ, ഇറ്റ്സ് എ ലോഫുൾ. ന്യായപ്രമാണത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത പാപത്തിന് തക്ക ശിക്ഷ തന്നിരിക്കുന്നു. ഇതിൽ നമുക്ക് പറയുവാനൊന്നുമില്ല, നമുക്ക് சொல்வதற்கு ஒண்ணுமில்ல. நாம செஞ்ச பாவத்திற்கு தக்க നമുക്ക് தண்டனை വന്നിരിക്കുന്നത്. എൻ ക്രിയയ്ക്ക് തക്ക ബലം. 1, അവൻ തന്നെ കുറിച്ച് അറിഞ്ഞു. ഹല്ലേലൂയ, മനസ്സിലായോ? ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലായോ? അവൻ തന്നെ കുറിച്ച് അറിഞ്ഞു. ഹല്ലേലൂയ, ആ കള്ളൻ തന്നെ കുറിച്ച് അറിഞ്ഞു. ഇനി മറ്റൊന്നും അറിഞ്ഞു, അവൻ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. അവൻ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. നമ്മൾ വായിച്ച വചനങ്ങൾ തന്നെ പറയുന്നു. ഹല്ലേലൂയ, നാമോ ന്യായപ്പടി ദണ്ഡിക്കപ്പെടുകയോ ഇവരോ. ഹല്ലേലൂയ, ലോക ചരിത്രത്തിൽ തന്നെ ഒരു ജഡ്ജ്, ഹല്ലേലൂയ, ഇവന്റെ മേൽ പാപം അല്ലെങ്കിൽ ഇവന്റെ മേൽ ഹല്ലേലൂയ കുറ്റം ചുമത്തുവാൻ തക്കവണ്ണം ഒന്നും ഇല്ല എന്ന് ന്യായവിധി വിധിച്ച യേശുവിനെയാണ് ക്രൂശീകരിച്ചത്. ഹല്ലേലൂയ, അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ മേൽ ഇവൻ മേൽ ഞാൻ ഒരു പാപവും കാണവിல்லை என்று ഹല്ലേലൂയ ജഡ്ജ്മെന്റ് കൊടുത്ത ഒരു നபருக்கு உலகம் தண்டனை கொடுத்திருக்கிறது. அப்ப இத இந்த கள்ளன் என்ன செஞ்சா? ഹല്ലേലൂയ അറിഞ്ഞു. ഈ കള്ളൻ മനസ്സിലാക്കി നാം ന്യായപ്പടി ദണ്ഡിக்கிறோம். ഈ ഹല്ലേലൂയ ഈ ക്രിസ്തു ഒരു ന്യായവുമില്ലാതെ അന്യായമായിട്ട് ഹല്ലേലൂയ ഈ ക്രൂശിൽ നിൽക്കുന്നു. അടുത്തത്, ജീസസ് ഈസ് ഇന്നസെന്റ്. ഇന്നസെന്റ്, ഹല്ലേലൂയ, ഇന്നസെന്റ്. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ജീസസ് ഈസ് ഇന്നസെന്റ്. അവനൊന്നും ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ശിക്ഷയ്ക്ക് പാത്രനല്ല. ഈ ശിക്ഷയ്ക്ക് പാത്രനല്ല. ഹല്ലേലൂയ വേറെ മനസ്സിലാക്കി യേശുവെ നോക്കി. 42 വായിച്ചേ. പിന്നെ അവൻ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. തമിഴില് യേശുവേ നോക്കി ആണ്ടവരെ. ഹല്ലേലൂയ, he said Jesus the Lord. അത് മിസ്സായി മലയാളത്തിൽ. ഹല്ലേലൂയ, നിങ്ങൾ ഭയങ്കര മിസ്സിംഗ് ആണ്. ഹല്ലേലൂയ, ജീസസ്, he said unto Jesus Lord. ദൈവമേ, തമിഴില് ആണ്ടവരെ, നീർ ഉമ്മുடைய രാജ്യത്തിൽ വരുമ്പോൾ, നിന്റെ രാജ്യത്വം പ്രാപിച്ച് നീ വരുമ്പോൾ അടിയനെ ഒന്ന് ഓർക്കണമേ. അടിയനെ ഒന്ന് ഓർക്കണമേ. ഹല്ലേലൂയ, യേശുവിനെ
ഇന്ന് യേശു മരിച്ചാൽ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അവൻ മനസ്സിലാക്കി. ഹല്ലേലൂയ സ്തോത്രം. യേശു മരിച്ച് മണ്ണടിഞ്ഞു പോകില്ല എന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിലൂടെ നമുക്ക് മനസ്സിലാകും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇവന് മനസ്സിലായി. 2, യേശു വീണ്ടും തിരിച്ച് രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് ഒരു ഹല്ലേലൂയ സ്തോത്രം മർമ്മം അവന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഇനി എന്നെ ഓർക്കുവാൻ തക്കവണ്ണം ഇവന് അധികാരം ഉണ്ടെന്ന്, ഹെവൻലി അതോറിറ്റി യേശുവിന് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയ കള്ളൻ ഹല്ലേലൂയ സ്തോത്രം രക്ഷിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ശരിക്കും രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആരെന്ന് മനസ്സിലാക്കണം, യേശു ആരെന്ന് മനസ്സിലാക്കണം. புரியுதவங்களுக்கு? நாம யாருன்னு தெரிஞ்சுக்கணும், യേശു யாருன்னு தெரிஞ்சுக்கணும். இப்ப இந்த 2-3 വസനങ്ങളില ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹി റെക്കഗ്നൈസ് ഹിംസെൽഫ് ആസ് വെൽ ആസ് ഹി റെക്കഗ്നൈസ് ഹൂ ഈസ് ജീസസ്. ഹല്ലേലൂയ സ്തോത്രം. ആരാണ് യേശു എന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ സ്തോത്രം. ഇഫ് we also, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഈ ഒരു ഹല്ലേലൂയ സ്തോത്രം മർമ്മം മനസ്സിലാക്കിയാൽ we will be saved. ഹല്ലേലൂയ സ്തോത്രം. നാം സേവ്. ഇതുവരെ ഈ മർമ്മം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന് മനസ്സിലാക്കുക യേശു ആരാണ്, നാം ആരാണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. യേശു ആരാണ്, നാം ആരാണെന്ന്. ഇനി ഇന്നേക്ക് നീ എന്നോട് കൂടെ പരദീസിൽ ഇരിപ്പായി. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നീ എന്റെ കൂടെ എവിടെ ഇരിക്കും? പരദീസ്. വാട്ട് ഈസ് പാരഡൈസ്? ഹല്ലേലൂയ സ്തോത്രം. എന്താണ് പരദീസ? ഹല്ലേലൂയ സ്തോത്രം. പരദീസ എന്ന വാക്ക് യോഹന്നാന്റെ സുവിശേഷം 14:2 എഴുതിയിരിക്കുന്നു. എന്റെ പിതാവിന്റെ വീട്ടിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ പിതാവിന്റെ വീട്ടിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നമുക്ക് പാരഡൈസ് എന്നുള്ള വാക്ക് കാണാം. ഇനി റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 2:7 ഒന്ന് വായിച്ച്. വെളിപ്പെടുത്തിന വിശേഷം 2:7. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ஜெயிக்கிறவனுக்கு தேவனுடைய பரதீசில் இருக்கிற ஜீவ விருட்சத்தின் கனியை புசிக்க கொடுப்பே. ஜெயிക്കുന്നവന് പരദീസിൽ ഇരിക്കുന്ന ജീവ വൃക്ഷത്തിന്റെ ബലം തിന്മാൻ ഞാൻ കൊടുക്കും. ഹല്ലേലൂയ സ്തോത്രം. ജയിக்கிறവனுக்கு ഹല്ലേലൂയ സ്തോത്രം. ഉലകത്തെ ജയിത്താൻ എന്ന കള്ളൻ. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തെ ജയിച്ചു. യേശു ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, താൻ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ലോകത്തെ അവൻ ജയിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ജയിக்கிறവனுக்கு என்ன கிடைக்குமா? പരദീസിൽ ഇരിക്കുന്ന ജീവവൃക്ഷത്തിന്റെ ബലം. ഹല്ലേലൂയ സ്തോത്രം. എപ്പോഴാണ് ഈ ജീവവൃക്ഷത്തിന്റെ ബലം നമുക്ക് ലഭിക്കാതെ പോയത്? ആദമും ഹവ്വയും, ആദാമും ഏവാളും പാപം ചെയ്ത பொழுது அவர்கள் தோட்டத்திலிருந்து வெளியாக்கப்பட்ட பொழுது ஹல்லேலூயா ஸ்தோத்திரம், கேருபீனும் செராபீனும் ஹல்லேலூயா ஸ்தோத்திரம் வீசுகின்ற சுடரொளி பட்டயத்தையும் வைத்துக்கொண்டு ஹல்லேலூயா ஸ்தோத்திரம் ஜீவவிருட்சத்திற்கு போகிறதான பாதை அடைக்கப்பட்டது. ஜீவவிருட்சத்துக்கு போகிறதான பாதை அடைக்கப்பட்டதுக்கு அடைக்கப்பட்ட அந்த பாதை യേശു ക്രൂശിലെ ഹല്ലേലൂയ സ്തോത്രം ഓപ്പൺ ചെയ്തു തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ പറഞ്ഞു, നീ ഇന്ന് എന്റെ കൂടെ ഹല്ലേലൂയ സ്തോത്രം അവിടെ ആയിരിക്കും. അപ്പൊ നോക്കിക്കോ, അവസാന നിമിഷം രക്ഷിക്കപ്പെട്ട ഈ കള്ളന് ലഭിച്ചത് ജീവവൃക്ഷത്തിന്റെ ബലം. ഹല്ലേലൂയ സ്തോത്രം. ജീവവൃക്ഷത്തുடைய கனி. ஹல்லேலூயா ஸ்தோத்திரம். ரட்சிக்கப்பட்டு பல ஆண்டுகளாக இருக்கிற நமக்கு நான் இப்படி சொல்றேன். ஹல்லேலூயா ஸ்தோத்திரம். ബൂർജ് ഖലീഫയിൽ 162 ഫ്ലോർ അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ചിലപ്പം ഈ കള്ളനൊക്കെ ഹല്ലേലൂയ സ്തോത്രം സ്റ്റോർ റൂം ഒക്കെ കിട്ടിക്കാണ്. കാരണം അവസാന നിമിഷം രക്ഷിക്കപ്പെട്ടതല്ലേ. നമ്മളൊക്കെ ഹല്ലേലൂയ സ്തോത്രം വല്ല ഹല്ലേലൂയ സ്തോത്രം ഇടയ്ക്കുള്ള ഫ്ലോറോ. ഹല്ലേലൂയ സ്തോത്രം. എന്റെ പിതാവിന്റെ വീട്ടിൽ അനേകം ഇതുപോലെയുള്ള വാസസ്ഥലങ്ങളായിരിക്കുന്നു എന്ന് ചിന്തിച്ചേ. ഒരു ഇമാജിനറി ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ ഒരു ചിന്തയിലേക്ക് വിട്ടു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് എത്ര മഹത്വകരമായ ഹല്ലേലൂയ സ്തോത്രം വാസസ്ഥലമാണ് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ വിലക്കപ്പെട്ട കനി, അന്റയ്ക്ക് വിലക്കപ്പെട്ട കനി ഇന്റയ്ക്ക് യേശു ക്രൂശിൽ ജയാളിയായി തീർന്നപ്പോൾ അത് നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ യേശുവിനെ മനസ്സിലാക്കിയപ്പോൾ, നമ്മൾ ആരെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വൃക്ഷത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും. മൂന്നാമത്തെ വേർഡ് ഹല്ലേലൂയ സ്തോത്രം. 2 വേർഡ് നമുക്ക് ധ്യാനിച്ചു. മൂന്നാമത്തെ വേർഡ് ഹല്ലേലൂയ സ്തോത്രം. വേഗത്തിൽ പറഞ്ഞു വിടാം. ഹല്ലേലൂയ സ്തോത്രം. മൂന്നാമത്തെ വേർഡ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധികാരം 26-27 വചനങ്ങൾ. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്
സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. രണ്ട് സ്നേഹം അവിടെ മുമ്പിൽ നിൽക്കുന്നു. യേശുവിന്റെ മുമ്പിൽ യേശു ക്രൂശിൽ നിൽക്കുന്നു. രണ്ട് സ്നേഹം. ഒന്ന് ഹല്ലേലൂയ താൻ സ്നേഹിച്ച ശിഷ്യൻ, ഹല്ലേലൂയ മറ്റൊന്ന് തന്നെ ഹല്ലേലൂയ ഈ ലോകത്തിലേക്ക് ഹല്ലേലൂയ മനുഷ്യനായി അവതരിപ്പാൻ, ഹല്ലേലൂയ മനുഷ്യനായി ഹല്ലേലൂയ ജനിപ്പാൻ, ഹല്ലേലൂയ ഒരു പാത്രം തന്റെ അമ്മ, ഹല്ലേലൂയ അമ്മ, രണ്ടുപേരും രണ്ട് സ്നേഹം മുമ്പിൽ നിൽക്കുമ്പോൾ യേശു പറയുന്നു ഹല്ലേലൂയ സ്ത്രീയെ ഇതാ നിന്റെ മകൻ. ഹല്ലേലൂയ നീ എന്നെ കുറിച്ച് എന്ത് ചെയ്യണ്ട, കരയണ്ട. യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ യേശു ഹല്ലേലൂയ തന്റെ അമ്മയെ ഈ ഒരു വാക്ക് പറയാതെ പോയിരിക്കുകയാണെങ്കിൽ ലോകം എന്തായിരിക്കും പറയുന്നത്? ലോകം ഒന്നുമില്ലേലും ദൈവപുത്രനൊക്കെ തന്നെയാണ് ഹല്ലേലൂയ, ഒന്നുമില്ലേലും ഹല്ലേലൂയ ആ കാര്യത്തിൽ ഒരു തീരുമാനം വരുത്താതെ അല്ലേ പോയത്? പറയുകയോ ഇല്ലയോ? നമ്മൾ പറഞ്ഞില്ലേലും ഹല്ലേലൂയ നമ്മുടെ അടുത്ത് പലരും ചോദ്യമെങ്കിലും ചോദിക്കും അല്ലേ? ഹല്ലേലൂയ അങ്ങനെ യേശു താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ്സ് ഫിനിഷ്ഡ്, മുടിന്ന്, ഹല്ലേലൂയ അക്കംപ്ലിഷ്ഡ് ദ മിഷൻ, എല്ലാം ചെയ്യണം. അതുകൊണ്ട് ഇതും ചെയ്തു. യേശു തന്റെ അമ്മയെ ഹല്ലേലൂയ താൻ സ്നേഹിച്ചിരുന്ന തന്റെ ശിഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഹല്ലേലൂയ യേശുവിന്റെ റെസ്പോൺസിബിൾ, യേശുവിന്റെ ഹല്ലേലൂയ കെയർ, യേശുവിന്റെ ലവ്, സ്നേഹം, കരുതൽ എല്ലാം അവിടെ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യേശുവിന്റെ കരുതൽ ഹല്ലേലൂയ എല്ലാം വെളിപ്പെട്ട് വരുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാനും ഹല്ലേലൂയ യോവാനും പേതുരുവും, യോഹന്നാൻ, പത്രോസ്, പീറ്റർ, മറ്റ് ശിഷ്യന്മാരൊക്കെ ഹല്ലേലൂയ ഈ മറിയ ഹല്ലേലൂയ ഒത്തിരി വയസ്സായതിനു ശേഷം മരിച്ചപ്പോൾ ഗെത്സമനെ തോട്ടത്തിൽ കൊണ്ടുപോയി അടക്കി എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഒരു നല്ല അടക്കം, നല്ല മരണം. ഹല്ലേലൂയ അപ്പം നമ്മളൊക്കെ പറയുന്നത് പോലെ ഹല്ലേലൂയ ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ അവൻ ചുടുകാട്ടിൽ പോകുമ്പോൾ ഹല്ലേലൂയ അവൻ ഇത് ചെയ്യും, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഉലോകം പറയുമ്പോൾ ഹല്ലേലൂയ യേശു തന്റെ അമ്മയെ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ലോകത്തിന് പിച്ചി ചീന്തുവാൻ കൊടുത്തില്ല. തന്റെ അമ്മയെ ഹല്ലേലൂയ വാക്കുകൊണ്ടോ മറ്റേ കാര്യങ്ങൾ കൊണ്ടോ നോവിപ്പാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. യേശു ഹല്ലേലൂയ ഏൽപ്പിക്കേണ്ട ഇടത്ത് ഏൽപ്പിച്ചു. ഹല്ലേലൂയ യേശു മടങ്ങി. ഹല്ലേലൂയ യേശു മടങ്ങി. ജീസസ് ഈസ് സോ റെസ്പോൺസിബിൾ. ഹല്ലേലൂയ യേശു ഒന്നിനും ഒരു കുറവും വച്ചില്ല. നീതിമൊഴികൾ 2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേ. ഹല്ലേലൂയ പ്രോവർബ്സ് 19:26, സദൃശവാക്യങ്ങൾ 19:26, നീതിമൊഴികൾ 19:26. അപ്പനെ പ്രേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു. ഞാൻ അതിനെ വിവരിക്കുന്നില്ല, നിങ്ങൾ തന്നെ എടുത്തോ. അടുത്തത് ഹല്ലേലൂയ 20:20, നീതിമൊഴികൾ. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ തകപ്പനെയും கொள்ளையடித்து தன் தாயை துரத்தி விடுகிறவன் லட்சைக்குள்ளாகிறான். தன் தகப்பனையும் தன் தாயை தூசிக்கிறவனுடைய தீபம் காரிருளில் அணைந்து போகும். நீதிமொழிகள் 23:22. അപ്പന്റെ വാക്ക് കേൾക്കുക, നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. 23:22, 23:22, 23:22. உன்னை பெற்ற தகப்பனுக்கு செவி கொடு, உன் தாய் வயது சென்றவளாய் இருக்கும்போது அவளை அசட்டை பண்ணாதே. നമ്മുടെ അമ്മ വയസ്സായതിനു ശേഷം എന്ത് ചെയ്യരുതാ? നിന്ദിക്കരുത്. ഹല്ലേലൂയ അസട്ടை பண்ணாதே. 1 തിമോത്തി 5:4. பிள்ளைகளாவது பேரன் பேத்திகளாவது இருந்தால் இவரில் முதலாவது தங்கள் சொந்த குடும்பத்தை தேவபக்தியாய் விசாரித்து பெற்றார் செய்த നന്മകൾക്ക് பதில் നന്മകളെ செய்ய കற்றுകൊള്ള കടവர்கள். ഇത് ശുശ്രൂഷകന്മാരോട് പറയുന്നതാണ്. ഹല്ലേലൂയ ആ ഒരു സംഭവത്തിലാണ് വരുന്നത്. ഹല്ലേലൂയ എന്ത് നമ്മുടെ വീട്ടിലിരിക്കുന്ന മുതിർന്നവരോട് ആദ്യം എന്ത് ചെയ്യണം? സ്നേഹവും നന്മയും എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ട് വേണം ബാക്കി എല്ലാവർക്കും നന്മകൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തോ, പിന്നെ നിങ്ങൾ വായിക്കാനാണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മുടെ ആയുസ് നാള് ഹല്ലേലൂയ നീണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ അപ്പനെയും അമ്മയും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം, ഗനം പണ്ണ വേണ്ടും. ഹല്ലേലൂയ. അപ്പോ തന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുന്ന യേശു തന്റെ അമ്മയെയും ഹല്ലേലൂയ എന്ത് ചെയ്തിട്ടില്ല? അത് മറന്നു കളഞ്ഞിട്ടില്ല. താൻ സ്നേഹിച്ച ശിഷ്യനെയും മറന്നു കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ മുമ്പിൽ ആര് കണ്ണുനീരോട് നിന്നാലും യേശു മറന്നു കളയത്തില്ല. ഹല്ലേലൂയ. നമുക്കൊരു സ്ത്രീ അറിയാമല്ലോ, ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ പറഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നു. മഗ്ദലേന മറിയം. ഹല്ലേലൂയ. അവള് ഹല്ലേലൂയ കല്ലറയുടെ വാതിക്കൽ പോയി നിന്നിട്ട് ഹല്ലേലൂയ കരയുമ്പോൾ യേശു വന്നിട്ട് ഹല്ലേലൂയ എന്നെ എന്ത് ചെയ്യരുത്?
തുടരുത്. എന്തുകൊണ്ടല്ല? ഞാൻ നിന്നും ഇതുവരെ പിതാവിന്റെ അടുക്കെ പോയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ കണ്ണുനീര് പിതാവിന്റെ അടുക്ക പോകുന്ന ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ ഈ കണ്ണുനീര് യേശുവിനെ താഴോട്ട് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. മനസ്സിലായോ? ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ നമ്മുടെ കണ്ണുനീര്, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കണ്ണുനീര് യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യേശുവെ നാം അൻപ് കൂറുகிறோம் നാം കണ്ണീരോടുകൂടെ നിൽക്കും പൊழுது അവർക്ക് വേറെ എതും செய்ய തോണാതെ പിതാവിന്റെ അടുക്കൽ ഏറി പോകുന്നதை விட, ഹല്ലേലൂയ സ്തോത്രം, என்ன ஒரு அர்ஜென்ட் പിതാവിന്റെ അടുക്കൽ പോയി ഏറി, ഹല്ലേലൂയ സ്തോത്രം, திருப்பி തൻ ശിഷ്യർക്ക് വെളിപ്പെട്ടതുപോലെ, തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ കുറച്ച് താമസിച്ചെടുത്ത്, ഹല്ലേലൂയ സ്തോത്രം, മഗ്ദലേന മറിയയുടെ അടുത്ത് വന്ന് തന്നെ കാണിച്ചാ പോരെ? യേശു സ്നേഹമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ സ്നേഹത്തിന്റെ മുമ്പിൽ, ഹല്ലേലൂയ സ്തോത്രം, പിതാവിന്റെ അടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഈ ഹല്ലേലൂയ സ്തോത്രം എന്നെ കുറിച്ച് വിലപിക്കുന്ന, എന്നെ കുറിച്ച് കരയുന്ന ഈ മഗ്ദലേന മറിയയ്ക്ക് എന്നെ ഒന്ന് വെളിപ്പെടുത്തിയിട്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് കാണിച്ചിട്ട് ഞാൻ പിതാവിന്റെ അടുത്ത് പോകാം എന്ന് തീർമാനിച്ച് യേശു കർത്താവിനാണ് നാം ആരാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നാം കരയുന്ന കരച്ചിൽ കണ്ട് മാറിപ്പോകുന്നവരല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മുടെ കൂടെ വന്ന് ചേർത്ത് പിടിച്ച് നമ്മുടെ കാര്യത്തിന് ആദ്യം പരിഹാരം വരുത്തിയിട്ടേ മറ്റു കാര്യമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അപ്പോ the word of love, the word of love, the word of care, the word of responsible, ഹല്ലേലൂയ സ്തോത്രം, the word of responsible, ഹല്ലേലൂയ സ്തോത്രം. നാലാമത്തെ വേർഡ് മാത്യു chapter 27 verse 45 and 46. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി 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 ലമ ശബക്താനി என்று மிகுந்த சத்தமிட்டு கூப்பிட்டார். എന്റെ ദൈവമേ அதற்கு என் தேவனே என் தேவனே ஏன் என்னை கைவிட்டீர் என்று அர்த்தமாம். ஹல்லேலூயா ஸ்தோத்திரம். என் தேவனே ஏன் என்னை கைவிட்டீர் என்று அர்த்தமாம். ஹல்லேலூயா ஸ்தோத்திரம். the cry of deep suffering. ഹല്ലേലൂയ സ്തോത്രം. യേശു അവിടെ ഒരു ഫിസിക്കൽ പെയിൻ മാത്രമല്ല അനുഭവിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആദ്യമായിട്ട് യേശു separating from his father. യേശു തൻ്റെ അപ്പനെ വിട്ട് വേർപെടുന്ന ഒരു മിനിറ്റാണ് ഈ ഒരു സംഭവം. യേശുവിന് താങ്ങാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാണ് സെപ്പറേറ്റ് ആകുന്നത്? ഹൗ വി ആർ സെപ്പറേറ്റിംഗ് ഫ്രം ഗാഡ്. ഏത് സമയത്താണ് നാം ദൈവത്തെ വിട്ട് സെപ്പറേറ്റ് ആകുന്നത്? പാപം. ഹല്ലേലൂയ സ്തോത്രം. പാപത്തിൻ ശമ്പളം മരണം. എന്ത് മരണമാണ്? സെപ്പറേഷൻ ഫ്രം ദ ഗാഡ്. ഹല്ലേലൂയ സ്തോത്രം. ആദിയാഗമം പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമും ഏവാളും പാപം ചെയ്ത പൊഴുത് they are separated from God. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് ദൈവസന്നിധിയിൽ വരുവാനോ ദൈവത്തിന്റെ മുഖത്ത് നോക്കാനോ അവർക്ക് എന്ത് ചെയ്തില്ല? സാധിച്ചില്ല. മാത്രമല്ല തോട്ടത്തിൽ നിന്ന് അവർ എന്ത് ചെയ്തു? പുറത്താക്കപ്പെട്ടു. സെപ്പറേഷൻ ഫ്രം ദ ഗാഡ്. ഹല്ലേലൂയ സ്തോത്രം. സെപ്പറേഷൻ ഫ്രം ദ ഗാഡ്. ഹല്ലേലൂയ സ്തോത്രം. യേശു അന്ന് ആദമും ഹവ്വയും പുറത്തായത്, സെപ്പറേറ്റഡ് ആയത് അവരുടെ പാപം കൊണ്ടാണ്. യേശു സെപ്പറേറ്റ് ആവുന്നത് നിങ്ങളുടെയും എന്റെയും ലോകത്തിന്റെയും പാപമൊക്കെയും ചുമന്ന് ആ പാപത്തിന് ഒരു പണിഷ്മെന്റ് കൊടുക്കണം. ഇറ്റ്സ് എ സെപ്പറേഷൻ ഫ്രം ദ ഗാഡ്. യേശുവിനെ തള്ളണം, യേശുവിനെ കൈവിടണം, ദൈവത്തെ വിട്ട് തള്ളപ്പെടണം, ദൈവത്തെ വിട്ട് ഹല്ലേലൂയ സ്തോത്രം അകറ്റപ്പെടണം, ദൈവത്തെ വിട്ട് വേർപിരിയണം. ഇഫ് യു ആർ സിൻ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ദൈവവും യേശുവും ഒന്നാണ്. അങ്ങനെ ആയിരുന്ന ദൈവപുത്രൻ നമ്മുടെ ലോകത്തിന്റെ പാപമെല്ലാം ചുമന്ന് ദൈവത്തെ വിട്ട് വേർപിരിയുന്ന ഒരു രംഗമാണ്. ഏലി ഏലി ലാമ ശബക്താനി എന്ന് മികുந்த ശബ്ദം വിട്ട് കൂപ്പിട്ട എൻ ദേവനേ ഏൻ എന്നെ കൈവിട്ടീർ. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന് അറിയാം ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് വന്നത്, എല്ലാം അറിയാം. എങ്കിലും ഈ വേദന, ഹല്ലേലൂയ സ്തോത്രം, ഫിസിക്കൽ പെയിനിനെക്കാട്ടിലും പിതാവിനെ വിട്ട് വേർപെടുന്ന ആ വേദന സഹിക്കാൻ പറ്റാതെ പറഞ്ഞ വാക്കാണ് ഈ വാക്ക്. Jesus was forsaken, we never forsaken. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ തന്റെ പുത്രനെന്ന് കൂടെ നോക്കാതെ ദൈവം തള്ളിയത് നിങ്ങളെയും എന്നെയും തള്ളാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഉങ്ങളെയും എന്നെയും തള്ളിവിടാതിരിക്കുക. എത്ര പേർക്ക് തൂക്കം വരുത്? എത്ര പേർ ഉറങ്ങുന്നു? ഹല്ലേലൂയ സ്തോത്രം.
உங்களையும் என்னையும் தள்ளிவிடாமல் இருக்க அவர் தன் சொந்த குமாரன் என்ன செஞ்சாரு? തള്ളിനാർ. തന്റെ സ്വന്തം സ്വയപുത്രൻ, ഹല്ലേലൂയ, സ്വന്തം പുത്രൻ എന്ന് കൂടെ ഹല്ലേലൂയ നോക്കാതെ അവനെ തള്ളി. ജീസസ് വാസ് forsaken on the cross. We could never forsaken. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ ഹല്ലേലൂയ പാപങ്ങളെല്ലാം എൻ്റെ യേശു ഏറ്റു. ഹല്ലേലൂയ. Hallelujah. He paid the cost of our salvation. நம்முடைய ரட்சிப்புக்கான அந்த விலையை என் தேவனாகிய கர்த்தர் கொடுத்தார். Hallelujah. Jesus experienced the separation on the cross. Hallelujah. இயேசு hallelujah ക്രൂശിലെ சிலுவையிலே ஒரு வேறுபாடை அனுபவித்தார். அதன் மூலம் இந்த வார்த்தை வெளிப்பட்டு வந்தது. இதன் மூலம் உலகத்தின் ஜனம் தேவனை விட்டு வேறுபடாமல் இருக்க கர்த்தர் வழியை உண்டு பண்ணினார். Hallelujah. ദൈവം എന്ത് ചെയ്തു? ഉലകത്തിൻ ജനം ദേവനെ വിട്ട്, ദൈവത്തെ വിട്ട് വേർപിരിയാതിരിക്കാൻ ദൈവം ഒരു പാത അവിടെ ഒരുക്കുകയാണ് യേശു ക്രിസ്തു മുഖാന്തരം. അപ്പം 4-ാമത്തെ വാക്ക്. 5-ാമത്തെ വേർഡ് ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19:28. അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമെണ്ണം എല്ലാം முடிந்தது என்று இயேசு அறிந்து എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാം முடிந்தது 28 എല്ലാം முடிந்தது. ഹല്ലേലൂയ. ഇറ്റ്സ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. தாகமா இருக்கிறேன். ஓகே, நான் 5வது வேர்டு தாகமா இருக்கிறேன். எல்லாம் முடிந்தது என்று அறிந்து வேத வாக்கியம் நிறைவேறத்தக்க தாகமா இருக்கிறேன் என்றார். தாகமா இருக்கிறேன். வேத வாக்கியம் நிறைவேறத்தக்கவண்ணம், பிரவச்சனம் நிறைவேறுவான் தக்கவண்ணம். Psalms 69:21 it's a prophecy. சங்கீதம் 69:21 தீர்க்க தரிசனம். இந்த தீர்க்க தரிசனம் நிறைவேறத்தக்க வண்ணம் தேவன் இந்த வார்த்தையை சொன்னார். ஹல்லேலூயா. அவர் എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു. എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചോർക്ക കുടിപ്പാൻ തന്നു. அதன் பின்பு எல்லாம் 69:21 വായിച്ച്. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചോർക്ക കുടിപ്പാൻ തന്നു. ஹல்லேலூயா. இந்த வார்த்தை நிறைவேற, நான் தாகமாய் இருக்கிறேன் என்று சொல்லும் பொழுது கசப்பு கலந்த காடிய കുടിക്ക കൊടുക്കും അല്ലേ? ഹല്ലേലൂയ. ഈ വാഗ്ദത്ത വചനം നിറവേറുവാൻ തക്കവണ്ണം യേശു പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എപ്പോഴാണ് ദാഹിക്കുന്നത്? മനുഷ്യരല്ല എപ്പോഴാണ് ദാഹിക്കുന്നത്? ശരീരത്തിലുള്ള വെള്ളം അല്ലേ? ശരീരത്തിൽ ഇരിക്കുന്ന വെള്ളം വിയർപ്പായിട്ട് പുറത്ത് അധികം പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ദാഹിക്കും. അപ്പൊ തൊണ്ടവിരലും ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ, നമുക്ക് തൊണ്ടവിരലുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമാണ്. യേശു ഗത്സമനെ മുതൽ ഹല്ലേലൂയ ഗൊൽഗോഥ വരെ ഹല്ലേലൂയ ഏകദേശം ഒരു ദിവസമെങ്കിലും എടുത്തു കാണും. രാത്രി മുതൽ ഹല്ലേലൂയ 9-ാം മണി വേള, ഹല്ലേലൂയ 3-ാം മണി വേള, 9-ാം മണി വേള, 6-ാം മണി വേള, ഏകദേശം ഒരു നാൾ എടുത്തെടുക്കും. പച്ചവെള്ളം കൂടെ കുടിക്കാതെ വണ്ണം ഹല്ലേലൂയ. the hour of darkness ഹല്ലേലൂയ. அந்த இருண்ட ஹல்லேலூயா அந்த காலம், அந்த நேரத்தை ஹல்லேலூயா கர்த்தர் செலவிட்டு தன் ஹல்லேலூயா சரீரத்தில் இருந்த சகல தண்ணீரும் வற்றி போய் ஹல்லேலூயா மானுஷிகமாக ஹியூமன் ஹல்லேலூயா நார்மல் ஒரு ஹியூமனாக ஹல்லேலூயா வெளிப்பட்டு தன்னுடைய பிசிக்கல் தாகத்தை அந்த இடத்துல என்ன செய்கிறார்? വെളിപ്പെടുത്തുകയാണ്. ഒരു ഫിസിക്കൽ ദാഹം ഉണ്ട്. ഹല്ലേലൂയ. കാരണം ഏകദേശം ഒരു ദിവസം മുഴുവനും അടിച്ചു നൊറുക്കി ഹല്ലേലൂയ തന്റെ ശരീരത്തിലുള്ള സകല വെള്ളവും പോയി. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 22:44 പറയുന്നു. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഈ കഷ്ടതയെല്ലാം ഓർത്ത് ദൈവം ഹല്ലേലൂയ വിലപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ശരീരത്തിലുള്ള ഹല്ലേലൂയ വിയർപ്പ് ഭൂമിയിലെ രക്തം പോലെ ചൊരിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഇത്രയും കഷ്ടങ്ങൾ സഹിച്ച യേശുവിന്റെ ശരീരത്തിൽ ഹല്ലേലൂയ ഒന്നും ഉണ്ടാവത്തില്ല. യേശു ഹല്ലേലൂയ ദാഹിച്ചു. ഇപ്പടി ഹല്ലേലൂയ ഒരുപുറം ഹല്ലേലൂയ ഒരു ഫിസിക്കൽ ദാഹം, ഹല്ലേലൂയ ഒരു ഫിസിക്കൽ തേഴ്സ്റ്റ് ഇരിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ ഒരു ആത്മീക ദാഹം. എന്തുവായിരിക്കും ആത്മീക ദാഹം? ഹല്ലേലൂയ ആത്മീക ദാഹം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഈ ഹല്ലേലൂയ പടുന്ന ഈ കഷ്ടതകൾ ഹല്ലേലൂയ കുറച്ച് ജനത്തിനെ മാത്രം വിടുവിക്കുവാൻ വേണ്ടിയിട്ടല്ല.
He need more souls. ഹല്ലേലൂയ സ്തോത്രം. ഒത്തിരി ആത്മാക്കൾ വേണം എനിക്ക്. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിലുള്ള സകല ആത്മാക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഈ കഷ്ടം സഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിലുള്ള ഒരുവൻ പോലും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങി പോകാതെ എല്ലാരെയും ഞാൻ നേടണം. എല്ലാരെയും ഞാൻ നേടണം. ഈ നേട്ടത്തിനായുള്ള ഒരു ദാഹമായിട്ട് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. യേശു ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം തന്റെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ ഫിസിക്കൽ നീഡ്സിന് വേണ്ടി മാത്രം ഒരു വാക്ക് ഉത്തരിക്കത്തില്ല. ഒരു വാർത്തയെ சொல்ல மாட்டார். அவர் ஆவிக்குரிய பிரகாரமாகவும் சொல்லுவார். ஹல்லேலூயா ஸ்தோத்திரம். அப்ப நம்ம அதை எப்படி எடுக்கணும்? ஹல்லேலூயா ஸ்தோத்திரம். ஹல்லேலூயா ஸ்தோத்திரம். നമ്മെ എങ്ങനെ ഹല്ലേലൂയ സ്തോത്രം എങ്ങനെ ഇത്രയും പേരെ ഹല്ലേലൂയ സ്തോത്രം ഈ ലോകം മൊത്തത്തിന് വേണ്ടിയിട്ടാണ്, ഉലകത്തിന് വേണ്ടിയിട്ടാണ് യേശു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം യേശു ക്രൂശിൽ മരിച്ചത്, യേശു സിലുവയിൽ അറയുണ്ടത്, യേശു സിലുവയിൽ മരിത്തത് உலகத்தின் பாவத்திற்காக. அப்ப இந்த உலகத்தில் உள்ள சகலையும் நேடத்தக்கவண்ணம் நான் தாகமாய் இருக்கிறேன் என்று சொல்லுகிறார். ஹல்லேலூயா ஸ்தோத்திரம். தாகமாய் இருக்கிறேன் என்று சொல்வதை பார்க்க முடியும். ஹல்லேலூயா ஸ்தோத்திரம். 2 ഹല്ലേലൂയ സ്തോത്രം. അടുത്ത ദാഹം. ഹല്ലേലൂയ സ്തോത്രം. യേശുവേ, നമ്മൾ നേരത്തെ ഉള്ള വാക്യം ചിന്തിച്ചു. He separated from the God. ഹല്ലേലൂയ സ്തോത്രം. He separated from the God. ഹല്ലേലൂയ സ്തോത്രം. തിരിച്ച് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് കൂടെ ചേരുവാനുള്ള ഒരു ദാഹം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോട് കൂടെ ചേരുവാനുള്ള ദാഹം. അപ്പൊ 3 ദാഹം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദാഹം ഫിസിക്കൽ നീഡ്സിനായിട്ടുള്ള ദാഹം. രണ്ടാമത് ദാഹം ആത്മാക്കളെ ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയിലുള്ള പാപികളായ എല്ലാ ആത്മാക്കളെയും ഹല്ലേലൂയ സ്തോത്രം യേശു ദാഹിച്ചു എല്ലാരെയും ചേർക്കുവാൻ വേണ്ടി. മൂന്നാമതായിട്ട് താൻ പിതാവിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നു, വീണ്ടും പിതാവിനോട് ചേരുവാനുള്ള ഒരു ദാഹം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ആറാമത്തെ വാക്ക് യോഹന്നാന്റെ സുവിശേഷം 19:30. യേശു കുടിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. നിവൃത്തിയായി, എല്ലാം முடிந்தது. ഹല്ലേലൂയ സ്തോത്രം. முடிந்தது என்று சொல்லி தலையை சாய்த்து ஆவியை ஒப்புக் கொடுத்தார். ஹல்லேலூயா ஸ்தோத்திரம். completion of his mission. ஹல்லேலூயா ஸ்தோத்திரம். completion of his mission. accomplished യേശു കർത്താവിന് കൊടുത്ത അസൈൻമെന്റ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. accomplished. ഹല്ലേലൂയ സ്തോത്രം. യേശു ഈ ഭൂമിയിൽ വന്നത് പേർപ്പസോടെയാണ്, ടു സേവ് ദ ഹ്യൂമാനിറ്റി. ഹല്ലേലൂയ സ്തോത്രം. ഈ മാനവരാശിയെ വിടുവിക്കുവാൻ വേണ്ടിയിട്ട് യേശു വന്നു. അതിനു വേണ്ടിയിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കണമായിരുന്നു. ആ ഒരുവനായി ദൈവത്തിന്റെ പുത്രൻ യേശു തീർന്നു. അത് ചെയ്തെടുത്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം എല്ലാം നിവൃത്തിയായി, എല്ലാം முடிந்தது என்று சொல்லி தலையை சாய்த்து ஹல்லேலூயா ஸ்தோத்திரம் எல்லாம் முடிந்தது, எல்லாம் முடிந்தது. every prophecy ஹல்லேலூயா இயேசுவை குறித்து உல்பத்தி புத்தகம் 3ஆம் அதிகாரம் 15ஆம் வசனத்திலிருந்து ஹல்லேலூயா ஸ்தோத்திரம் ஆதியாகமத்தின் புத்தகம் 3ஆம் அதிகாரம் 15ஆம் வசனத்தில இயேசுவை குறித்தான முதல் தீர்க்கதரிசனம் வெளிப்பட்டு வருகிறது. ஸ்திரீனிடத்தில் ഞാൻ നിനക്കും സ്ത്രീക്കും ഉൻ സന്തതിക്കും അവൾ സന്തതിക്കും പകയുണ്ടാക്കുവേ. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ஹல்லேலூயா ஸ்தோத்திரம். ഈ வாக்குத்தத்தம் கொண்டு இந்த வாக்குத்தத்தம் இருக்குது, எரேமியால இருக்குது, ஏசாயால இருக்குது, സംഗീതത്തിൽ இருக்கிற തന്റെ എല്ലാ വാക്കുതത്തം ഈ എല്ലാ പ്രവചന വാക്യങ്ങളും നിറവേറി. ഹല്ലേലൂയ സ്തോത്രം. ക്രൂശിൽ ജയാളിയായി നിന്നിട്ട് പറയുന്നു മുടിന്തത് എന്ന്. ഹല്ലേലൂയ സ്തോത്രം. നിവൃത്തിയായെന്ന്. ആറാമത്തെ വാക്യം നിവൃത്തിയായെന്ന്. ഹല്ലേലൂയ സ്തോത്രം. കൊലോഷ്യർ 2:14 ഒന്ന് വായിക്കേ. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് நமக்கு எதிரடியாகவும் கட்டளைகளால் நமக்கு விரோதமாக இருந்த கையெழுத்தை குலைத்து அது நடுவில் இராதபடிக்கு எடுத்து சிலுவையில் மேல் ஆணி அடித்து. ஹல்லேலூயா ஸ்தோத்திரம். எவ்ரிதிங் நமக்கு விரோதமாய் இருந்த சகலத்தையும் பிதாவோடு சேருவான். நமக்கு விரோதமாய் இருந்த சகலத்தையும் அவர் என்ன செஞ்சாரு? சிலுவையிலே ஆணி அடித்து ஜெயாளியாய் தீர்ந்தார். ஹல்லேலூயா. It's finished means tetelestai என்கிற கிரீக் வேர்டு paid in full advance. ഹല്ലേലൂയ സ്തോത്രം. PDC എല്ലാം മറ്റൊന്നുമല്ല, paid in full advance. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ജീവന്റെ നമ്മുടെ ആത്മാവിന്റെ വില, നാം ഓരോരുത്തരുടെയും ആത്മാവിന്റെ വില ദൈവം ഹല്ലേലൂയ സ്തോത്രം ക്രൂശിൽ പേ ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. He paid
ഹല്ലേലൂയ സ്തോത്രം ransom money മറുവിലയായി ഹല്ലേലൂയ സ്തോത്രം മറുവിലയായി നമ്മെ വിലയ്ക്ക് വാങ്ങത്തക്കവണ്ണം തൻ ജീവനെയെ സിലുവയിലെ ഒപ്പുകൊടുത്താർ. ഹല്ലേലൂയ. അനേക വചനങ്ങളുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. The victory hallelujah സ്തോത്രം over Satan. Jesus defeated the plan of Satan. സാത്താനുடைய സകല തന്ത്രങ്ങളെയും മുറിയടിച്ച് ജയാളിയായി തീർന്ന തരുണം. ഹല്ലേലൂയ സ്തോത്രം. സാത്താന്റെ പദ്ധതി എന്തായിരുന്നു? ഹല്ലേലൂയ സ്തോത്രം. യേശു അത്ഭുത അടയാളങ്ങൾ ചെയ്തപ്പോൾ, യേശു അത്ഭുതങ്ങളെയും അടയാളங்களையும் ஒரு இடத்துல செய்யும் பொழுது அங்க இருக்கிற ஜனம் வந்து இவரை ராஜாவாக்க பார்ப்பார்கள். இயேசு அந்த வருகை ஹல்லேலூயா ஸ்தோத்திரம் அப்பொழுது ஹல்லேலூயா ஸ்தோத்திரம் ஸ்திரீயிடத்தில் பிறந்தது, ஹல்லேலூயா ஸ்தோத்திரம் மரியாளிடத்தில் ஜெனித்தது, நாசரேத்தில் ஜெனித்தது, ராஜாவாக அல்ல. ஹல்லேலூயா ஸ்தோத்திரம் நமக்காக, எனக்காக, உங்களுக்காக கஷ்டம் சகித்து மரிப்பதற்காக. அதனால அவரை பிடித்து ராஜாவாக்க நினைத்த பொழுது, அவனை பிடிச்சு ராஜாவாக்க அவரை சிந்திச்சപ്പോൾ യേശു അവിടെ വിട്ട് മാറിപ്പോയിട്ട് ഹല്ലേലൂയ സ്തോത്രം എന്നിട്ട് യേശു ഹല്ലേലൂയ സ്തോത്രം ആദ്യം ഹല്ലേലൂയ സ്തോത്രം ഫാസ്റ്റ് ചെയ്ത് 40 ദിവസം മരുഭൂമിയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവ് കൊണ്ടുപോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പിശാച് വന്നിട്ട് ഈ കല്ലുകളെ അപ്പമാക്ക്, ദൈവാലയത്തെ ഹല്ലേലൂയ സ്തോത്രം ദൈവാലയത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം മുകളിൽ പോയി നിന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം യെരൂശലേം നഗരത്തെ കാണിച്ച് ഇതെല്ലാം നിനക്ക് തരുമെന്ന് പ്രലോഭിപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം അവനെ ടെംപ്റ്റ് ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ ഈ പദ്ധതിയിൽ നിന്നും, இந்த ക്രൂശി ഹല്ലേലൂയ സിലുവை മരണത്തിൽ നിന്ന് ഉലക ജനങ്ങൾക്കാக ഒരു മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം തൻ ദൈവപുത്രൻ തന്റെ ജീവനെ കൊടുക്കാതിരിപ്പാൻ പിശാച് ചെയ്ത സകല തന്ത്രങ്ങളെ മുറിയടിച്ച് പിശാചை ജയിച്ച அந்த തരുണം. ഹല്ലേലൂയ സ്തോത്രം. പിശാചിനെ ജയിച്ച് ജയാളിയായി പോയ ആ സമയം ഹല്ലേലൂയ സ്തോത്രം. മരണത്തിൻ അധികാരിയായിരുന്ന പിശാചിനെ മരണത്തിനാലെ ജയിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അല്ലേ? മരണത്തിനധികാരിയായ പിശാചിനെ മരണത്തിനാലെ മൃത്യുമീട്ട് നീതി തീർത്തനാഥനെ സ്തുതിച്ചൈ മനമേ നിത്യവും. അല്ലേ? മരണത്തിന് അധികാരിയായിരുന്ന പിശാചിനെ ആ മരണത്തെ കൊണ്ട് ജയിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ആ മരണത്തെ കൊണ്ട് ജയിച്ചു. അവസാനത്തെ വേർഡ്, the seventh word, ഹല്ലേലൂയ സ്തോത്രം. 23 verse 46. യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഇത് പറഞ്ഞിട്ട് പ്രാണനെ പിതാവേ ഉம்முடைய கைகளில் ஆவியை ஒப்புவிக்கிறேன் என்று சொல்லி மகாசத்தமாய் கூப்பிட்டு சொன்னார். இப்படி சொல்லி ஆவியை വിട്ടാർ. നമ്പർ 7, ഇറ്റ്സ് എ ഫുൾനെസ്, ഫുൾഫിൽമെന്റ്. അല്ലേ? 7 എന്ന നമ്പറിനെ നമ്മൾ എവിടെ എടുത്താലും അതിനൊരു പൂർണ്ണത, ഫുൾഫിൽമെന്റ് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 6 ദിവസം ക്രിയേഷൻ, 7ാമത്തെ ദിവസം പൂർണ്ണതയുടെ ദിവസമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹോളിഡേ. ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ അതിനെ വിശുദ്ധീകരിച്ചു 7 ദിവസം. ഹല്ലേലൂയ സ്തോത്രം. ആദ്യമായിട്ട് ഒരു ഉടമ്പടി നോഹയ്ക്ക് കൊടുക്കുമ്പോൾ, ഇനി ഞാൻ ഭൂമി എന്ത് ചെയ്യത്തില്ല, ജലപ്രളയം കൊണ്ട് നശിപ്പിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു അടയാളം വെച്ചത് എന്താണ്? റെയിൻബോ വിൽ, വാനവിൽ. ഹല്ലേലൂയ സ്തോത്രം. റെയിൻബോ വിൽ. റെയിൻബോയ്ക്ക് എത്ര കളറാണ്? 7 കളർ. 7 പൂർണ്ണത. ഇനി ഞാൻ ജലപ്രളയം കൊണ്ട് ഭൂമി എന്ത് ചെയ്യത്തില്ല, നശിപ്പിക്കത്തില്ല. യോശുവ ഹല്ലേലൂയ സ്തോത്രം എരിഹോ കോട്ടയെ പിടിക്കാൻ പോകും പൊழுது 7 മഹാപുരോഹിതന്മാർ, 7 ആസാரியர்கள் 7 എക്കാലങ്ങളെ ഏന്തി 7 നാட்கள் 7 முறை எரிகோ பட்டணத்தை சுற்றி வரும் பொழுது 7வது நாள் 7 முறை சுற்றி வரும் பொழுது எரிகோ பட்டணம் என்ன செய்தது? இடிந்து வீழ்ந்தது. ஹல்லேலூயா ஸ்தோத்திரம். அப்ப 7 பூர்ணதைയാണ്. ஹல்லேலூயா ஸ்தோத்திரம். நாகமான் என்கிற சீரிய ராஜாவுடைய படைத்தலைவன், சேனாதிபதி, சைன்யങ്ങളുടെ ஹல்லேலூயா ஸ்தோத்திரம் സൈന്യാധിപതി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ശീലോവാണോ? അല്ലല്ലോ. അറാം സേനാധിപതി. ഹല്ലേലൂയ സ്തോത്രം. യെസ്. സമാരിയയിലുള്ള എലീശയുടെ അടുത്ത് പോയപ്പോൾ എലീശ എന്താന്ന് പറയുന്നത്? 7 പ്രാവശ്യം എന്ത് ചെയ്യും? യോർദാനിൽ നീ സ്നാനം பண்ணு. ഹല്ലേലൂയ സ്തോത്രം. യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങുമ്പോൾ നിന്റെ കുഷ്ഠരോഗം എന്ത് ചെയ്യും? മാറും. അപ്പൊ 7 പൂർണ്ണതയുടെ കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു 7 കുത്തുവിളക്കുകളിൻ മധ്യയിൽ. ഹല്ലേലൂയ സ്തോത്രം. 7 നക്ഷത്രങ്ങൾ, 7 കുത്തുവിളക്കുകൾ, 7 സഭകൾ. ഹല്ലേലൂയ സ്തോത്രം. 7 പൂർണ്ണത. அப்போ நான் ஹல்லேலூயா ஸ்தோத்திரம் முடிந்தது என்று சொல்லி அதோட முடிச்சிருக்கலாமே. இட்ஸ் finished. അല്ലേ? 6th word is finished. അടുത്തത് ഒരു ഹാൻഡിങ് ഓവർ പ്രോസസ് இருக்குது. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഹല്ലേലൂയ സ്തോത്രം. നഴ്സസ് ഒക്കെ അറിയാം. അടുത്ത നഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യണം?
ஹேண்ட் ஓவர் பண்ணணும். ஹல்லேலூயா ஸ்தோத்திரம். வேலையை விட்டு போகும் பொழுது அல்லது லீவுக்கு போகும் பொழுது we need to hand over. ഹല്ലേലൂയ സ്തോത്രം. യേശു സകലവും നിവർത്തിച്ചു തനിക്ക് ലഭിച്ച പ്രാണൻ, ഹല്ലേലൂയ സ്തോത്രം, ഈ ലോകത്തിൽ തനിക്ക്, ഹല്ലേലൂയ സ്തോത്രം, ഈ പ്രാണൻ എന്തിനാണ് ലഭിച്ചത്? ഈ കഷ്ടം അനുഭവിച്ച് ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് എല്ലാം നിവൃത്തിയായിട്ട് തന്റെ പ്രാണനെ എന്ത് ചെയ്തു? പ്രാണനെ മാത്രം തിരിച്ചു കൊടുത്തില്ല, എല്ലാ അസൈൻമെന്റും കംപ്ലീറ്റ് ആക്കി അതെല്ലാം പിതാവിന്റെ അടുത്ത് ഒപ്പുകൊടുത്താർ. പിതാവിന്റെ അടുത്ത് ഒപ്പുകൊടുത്താർ. ഒരു ചിന്ന സ്റ്റോറി മറ്റും ചൊല്ലിയിരുന്നേ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പഴയ കല്യാണ വീടുകളൊക്കെ അറിയാമല്ലോ. പഴയ കല്യാണ വീട്, ഇപ്പോഴത്തെ കല്യാണ വീടല്ല, പഴയ കല്യാണ വീട്. ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് ഹല്ലേലൂയ സ്തോത്രം 2 രാത്രിയൊക്കെ നമ്മൾ നിന്ന് ഹല്ലേലൂയ സ്തോത്രം വീട്ടിലേ എല്ലാം സமைச்சு എല്ലാം. അപ്പൊ പാത്രങ്ങളെല്ലാം என்ன செய்வாங்க? പക്കത്ത് വീട്ടിലിരുന്ന് മേടിക്കും അല്ലേ? പക്കത്ത് തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ മേടിച്ചിട്ടാണ് കൂടുതൽ പാത്രങ്ങളൊക്കെ മേടിച്ചിട്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ ഓക്കെ, അപ്പം ഹല്ലേലൂയ സ്തോത്രം പാത്രങ്ങളൊക്കെ മേടിച്ചിട്ട് 3 വിധമാ കൊടുപ്പാங்க. திரும்ப തിരിച്ച് പാത്രം കൊടുക്കുമ്പോൾ 3 വിധത്തിൽ കൊടുക്കും. ഒന്ന്, കഴുകാതെ, ഹല്ലേലൂയ സ്തോത്രം, എവിടെയെങ്കിലും കിടക്കും. പിന്നെ ഓണർ വന്ന് തപ്പിയെടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ ആവശ്യം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തൊട്ട വീട്ടിലൊക്കെ അവരുടെ ആവശ്യം കഴിഞ്ഞല്ലോ. എന്നിട്ട് എന്റെ പാത്രം എവിടെയാണ്, എന്റെ കരണ്ടി എവിടെയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ അവരെടുത്തോണ്ട് പോകും. 1. 2, ഹല്ലേലൂയ സ്തോത്രം, നല്ല തന്നതുപോലെ നല്ല ശുദ്ധീകരിച്ച് വെടിപ്പാക്കി തിരിച്ച് കൊടുക്കും. 3, സാമ്പാർ, അവിയല്, പായസം എല്ലാം നിറച്ച് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്തു. ഇന്ന് രാത്രി കൊണ്ട് അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ഈ സാഹചര്യങ്ങളൊക്കെ അവരുടെ വീട്ടുകളിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുത്ത് അവര് ബെഞ്ച്, ചെയർ, മറ്റു കാര്യങ്ങളൊക്കെ കടയിൽ കൊണ്ടുകൊടുത്ത് എല്ലാം ഫിനിഷ് ആക്കി തീർക്കും. ഈസിയാ പിടിച്ചതില്ലേ? 3. ഹല്ലേലൂയ സ്തോത്രം. ഈ 3 സംഭവത്തിൽ ഈ പാത്രം കൊടുത്തല്ലേ, ഏതിലാണ് ഓണർ സന്തോഷിക്കുന്നത്? 3ാമത്. ഹല്ലേലൂയ സ്തോത്രം അല്ലേ? 3ാമത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശു നമുക്ക് അസൈൻമെന്റ്സ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഒമാനിലായിരിക്കുന്നതുകൊണ്ട് സമാധാനപരമായിരിക്കുന്നു. നമുക്ക് എന്തുണ്ട്? അസൈൻമെന്റ്സ് ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചതിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിനൊരു ഹിതമുണ്ട്. ദൈവത്തിന്റെ ഹിതം, ഗോഡ്സ് വില്ലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മള് ഹല്ലേലൂയ സ്തോത്രം ജീവിച്ചു, ഹല്ലേലൂയ സ്തോത്രം, ജോലി എടുത്തു, മക്കളെ വളർത്തി പോയി. അതിനു വേണ്ടിയിട്ടല്ല നമ്മളെ എന്ത് ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം വിളിച്ചു വേർതിരിച്ചത്. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പദ്ധതി. നമ്മളിലൂടെ ഒന്നുമില്ലെങ്കിലും 5 പേരെങ്കിലും രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും നിങ്ങൾ പാസ്റ്റർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകം എവിടെ പോയി നിൽക്കുമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കൺസെപ്റ്റില് എല്ലാരും ഒരു മൊബൈൽ ഗോസ്പലാണ്. എല്ലാരും എന്ത് ചെയ്യണം? ഒരു മൊബൈൽ ഗോസ്പൽ. അറിയാമല്ലോ, മൊബൈൽ ഗോസ്പൽ, മൊബൈൽ കോർട്ട്, മൊബൈൽ ഹോസ്പൽ. അതായത് എവിടെ പോയാലും നമ്മളൊരു സുവിശേഷമാണ്. നമ്മളൊന്നും പറയണ്ട. നമ്മുടെ ജീവിത രീതി, നമ്മുടെ സംസാരം, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, മറ്റുള്ളവരോടുകൂടെ ഇടപെടുന്ന ഒவ்வொரு കാര്യങ്ങളും ഒരു സുവിശേഷമാ വെളിപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ഇതിൻ മുഖാന്തരം നമ്മൾ എന്ത് ചെയ്യാം? ആത്മാക്കളെ എന്ത് ചെയ്യാം? നേടുവാൻ കഴിയും. ആത്മാക്കളെ നേടുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. താലന്തെ കുറിച്ച് ചൊല്ലിയിരിക്കും പൊழுது 5 താലന്തെ കൊടുത്തവരിൽ 5 എന്ത് ചെയ്തു? സമ്പാദിച്ചു. 2 താലന്ത് ലഭിച്ചവൻ 2 സമ്പാദിച്ചു. 1 ലഭിച്ചവൻ കുളിച്ചിട്ടു. ഹല്ലേലൂയ സ്തോത്രം. 5 സമ്പാദിച്ചവന് ദൈവം പറഞ്ഞത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിന്റെ യജമാന്റെ സന്തോഷത്തിൽ നല്ലവനും ഉണ്ണിയും ഉത്തമവുമായ ഊഴിയക്കാരനെ ഉൻ യജമാനുடைய സന്തോഷത്തിற்குள் നീ പ്രവേശി. 5യും 2യും സമ്പാദിത്തവൻ, ഒന്നും സമ്പാദിക്കാமல் மூடி வைத்தவனே ஆண்டவர் என்ன செஞ்சாரு? உள்ளதையும் எடுத்து இருக்கிறவனிடத்தில் என்ன செஞ்சாரு? அந்த இல்லாத அந்த ஒன்றை குளித்து போட்ட அவனிடத்தில் இருந்த வாங்கி 5 സമ്പാദിതത്തിനിടത്തില കൊടുത്താർ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം താലന്തുകൾ തന്നിട്ടുണ്ട്, അസൈൻമെന്റ്സ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നാം മരിക്കുമ്പോൾ എല്ലാവരും എങ്ങനെ മരിക്കും? ഒന്ന് ഭയത്തോടെ മരിക്കും. കാരണം കുഞ്ഞുങ്ങൾ, ഭാര്യ, കുഞ്ഞ്, അല്ലെങ്കിൽ ഭർത്താവ്, കുഞ്ഞ്, ഹല്ലേലൂയ സ്തോത്രം, ഒന്നും ചെയ്തിട്ടില്ല, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും, ഇങ്ങനെ ഒരു ഭയത്തോടെ മരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ചിലർ ഹല്ലേലൂയ സ്തോത്രം എവിടെ പോകുന്നു എന്ന് അറിയാത്ത, ഇനി മരിച്ചാൽ എവിടെയാണെന്ന് അറിയാതെ ഒരു ഭയത്തോടെ കൂടെ
മരിക്കും. അടുത്ത് ചിലർ ഇത്രയും കാശുണ്ട് പക്ഷെ അനുഭവിക്കാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മരണമുണ്ട്. ഒരു ചിലർ മാത്രം ഹല്ലേലൂയ മരിക്കുമ്പോൾ സമാധാനമായിട്ട് ഹല്ലേലൂയ തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെയുള്ളവർ ഉണ്ട്. ഹല്ലേലൂയ അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ തൻ്റെ പ്രാണനെ ഹല്ലേലൂയ എപ്പോൾ വേണമെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു നിൽപ്പ്. ഇതുപോലെ ആയിരിക്കണം നാം. ദൈവം ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കുന്ന അസൈൻമെന്റ്, നല്ല പോരാട്ടം പോരാടി, നല്ല പൊരുതി ഹല്ലേലൂയ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ഇത് മുതൽ നീതിയുടെ കിരീടം നമുക്കാக வைக்கப்பட்டிருக்கிறது. நீதியுள்ள நியாயாதிபதியாகிய கிறிஸ்து வெளிப்படும் நாளில் அது நமக்காக வைக்கப்பட்டிருக்கிறது என்கிற சந்தோஷத்தோடு கூட நம்ம ஆவியை என்ன செய்யணும்? ஒப்பு கொடுக்கணும். ஒரே ஒரு காரியம், இந்த യഹൂദന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പറയുന്ന ഒരു വാക്കാണ് എന്താണ്? ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ്. ഹല്ലേലൂയ. സങ്കീർത്തനം 31:5 വായിച്ചേ. ഉമ്മത് കയ്യിൽ എൻ ആവിയെ ഒപ്പുവെக்கிறேன். യഹൂദന്മാര് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ ആത്മാവിനെ, എൻ്റെ ആവിയെ നമ്മുടെ കരങ്ങളിലെ ഒപ്പുകൊടുக்கிறேன் என்று. മരിപ്പതിനുடைய വാർത്തയല്ല இந்த വാർത്ത. യേശു ക്രൂശിൽ സകലവും ചെയ്ത് ഹല്ലേലൂയ ജയാളിയായി തീർന്ന് ഇനി ഞാൻ നിദ്ര പ്രാപിക്കുവാൻ പോകുന്നു, ഞാൻ ഇനി ഉറങ്ങുവാൻ പോകുന്നു, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. യേശു മരണമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഉറങ്ങുവാൻ പോകുന്നു, ഞാൻ നിദ്ര பண்ண പോകുகிறேன் என்று சொல்லி என் ஆவியை கையிலே ஒப்பு கொடுக்கிறேன் என்று சொல்லி அவர் தன் ஜீவனை விட்டார். ஹல்லேலூயா, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് ഹല്ലേലൂയ സ്തോത്രം ഈ 7 വാക്യങ്ങളാൽ കർത്താവ് നിങ്ങളോട് സംസാരിച്ചു? നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നോ എന്ന് ചോദിക്കുന്നത് ഒരു ചോദ്യമല്ല. എത്ര പേരോട് ദൈവം സംസാരിച്ചു? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെടുത്ത് നാം ഒപ്പുകൊടുക്കലാം. ഹല്ലേലൂയ, സ്തോത്രം, യേശുവേ നന്ദി അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം അപ്പാ. യേശുവിனுடைய ஹல்லேலூயா ஸ்தோத்திர சிலுவை மரணத்தை தியானிக்க ஆண்டவரே எங்களுக்கு முன்பதாக வைக்கப்பட்டிருக்கிற இந்த ஹல்லேலூயா ஸ்தோத்திரம் அப்பா அப்பத்தையும் ஹல்லேலூயா ஸ்தோத்திரம் ஹல்லேலூயா ஸ்தோத்திரம் திராட்சரசத்தையும் உடைய கரங்களில் ஆண்டவரே ஸ்தோத்திரம் கொடுக்கிறோம் ஆண்டவரே. இந்த நாள் இந்த தியானத்தை எங்களுக்கு தந்ததற்காக நன்றி செலுத்துகிறோம் ஆண்டவரே. ஹல்லேலூயா உடைய பரிசுத்த பந்திக்கு நேராக நாங்கள் கடந்து செல்கிறோம் அல்லவா. கர்த்தாவே ஸ்தோத்திரம், நீர் கொடுத்த வார்த்தைகளுக்காக நன்றி ஆண்டவரே. ஸ்தோத்திரம் இயேசுவே. ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. அவர் தலையையும் சாய்க்கவே இடமும் இல்லை, அன்று தாகத்தை தீர்க்கவோ வானமில்லை, ஆறுதல் சொல்லவோ அங்கே ஒருவர் இல்லை, அருமை இரட்சகர் தொங்கினார் தனியே. அவர் தலையையும் சாய்க்கவே இடமும் இல்லை, அன்று தாகத்தை தீர்க்கவோ வானமில்லை, ஆறுதல் சொல்லவோ அங்கே ஒருவர் இல்லை, அருமை இரட்சகர் தொங்கினார் தனியே. அந்த பாடுகள் உன்னை மீட்கவே, அந்த பாடுகள் உன்னை மீட்கவே. ஏழை மனுருவை எடுத்த இயேசுராஜன் அண்டை நிற்கிறார், ஏற்றுக்கொள் அவரை தள்ளாதே, ஏற்றுக்கொள் அவரை தள்ளாதே. ஏழை மனுருவை எடுத்த இயேசுராஜன் அண்டை நிற்கிறார், ஏழை மனுருவை எடுத்த இயேசுராஜன் அண்டை நிற்கிறார். ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യപുത്രനായി അവതരിച്ച യേശു നമ്മുടെ അടുത്തുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവരെ തള്ളിവിടണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അവരെ തള്ളണ്ട. യേശു നമുക്ക് വേണ്ടി
മാനവരാശിക്ക് വേണ്ടിയിട്ട് ക്രൂശിലെ യാഗമായി തീർന്നു. കർത്താവേ സ്തോത്രം, അങ്ങയുടെ ഹാലിയ സ്തോത്രം. ക്രൂശിലെ മൊഴികളെ ധ്യാനിക്കുവാൻ ഈ ദിവസം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഹാലിയ സ്തോത്രം ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ തിരുക്കരത്തിൽ ലഭിച്ചിരുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.